കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യെ അഴിമതി നിരോധന നിയമപ്രകാരം വിചാരണ ചെയ്യാൻ അനുമതി നൽകി ഗവർണർ. മൈസൂരു വികസന അതോറിറ്റിയുമായി ബന്ധപ്പെട്ട ഭൂമി കുംഭകോണ കേസിലാണ് പ്രോസിക്യൂട്ട് ചെയ്യാൻ ഗവർണർ തവർ ചന്ദ് ഗെഹ്ലോട്ട് അനുമതി നൽകിയത്. നടപടിക്ക് പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചനയാണെന്ന് സിദ്ധരാമയ്യ ആരോപിച്ചു. മൈസൂരു നഗരവികസന അതോറിറ്റിയുടെ പ്രത്യേക പദ്ധതിയിലേക്കാണ് സിദ്ധരാമയ്യയുടെ ഭാര്യ VM പാർവതിയുടെ ഉടമസ്ഥതയിലുള്ള കൃഷിഭൂമി ഏറ്റെടുത്തത്. പകരം അതേ മൂല്യമുള്ള പ്ലോട്ട് നൽകണമെന്നാണ് മാനദണ്ഡം. എന്നാൽ പാർവതിയുടെ കേസരെ താലൂക്കിലെ സ്ഥലത്തിനു പകരം വിജയനഗരയിലെ 14 പ്ലോട്ടുകളാണ് ക്രമവിരുദ്ധമായി അനുവദിച്ചത്. പൊതുപ്രവർത്തകരായ മലയാളിയായ TJ എബ്രഹാം, പ്രദീപ് കുമാർ തുടങ്ങിയവരാണ് പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുമതി തേടി ഗവർണറെ സമീപിച്ചത്. ഗവർണർ അനുമതി നൽകിയതോടെ ലോകായുക്തയോട് കേസെടുക്കാൻ നിർദ്ദേശിക്കണമെന്നാവശ്യപ്പെട്ട് പരാതിക്കാർ കോടതിയെ സമീപിക്കും. ഗവർണറെ ഉപയോഗിച്ച് നടക്കുന്ന രാഷ്ട്രീയ ഗൂഢാലോചനയാണിതെന്ന് സിദ്ധരാമയ്യ ആരോപിച്ചു. ರಾಜಭವನವನ್ನ ರಾಜಕೀಯ ದಾಳವಾಗಿ ಉಪಯೋಗಿಸ್ತಾ ಇದ್ದಾರೆ. ರಾಜಭವನದ ರಾಜ್ಯಪಾಲರು ಅವರು ಕೇಂದ್ರ ಸರ್ಕಾರದ ಕೈಗೊಂಬೆ ರೀತಿಯಲ್ಲಿ ಕೆಲಸ ಮಾಡ್ತಾರೆ. ಅದರಿಂದ ನಾವು ಕೋರ್ಟ್ನಲ್ಲಿ ಇದನ್ನ ಪ್ರಶ್ನೆ ಮಾಡಿ ನಾವು ಲೀಗಲ್ ಫ್ಯಾಕ್ಟ್ ಅನ್ನ ಮಾಡ್ತೇವೆ. മുഖ്യമന്ത്രി രാജിവെക്കേണ്ട ആവശ്യമില്ലെന്ന് ഉപമുഖ്യമന്ത്രി DK ശിവകുമാറും പ്രതികരിച്ചു. The entire state, the Congress party, the legislators and the cabinet stands behind Mr. Siddaramaiah. We stand solidly behind him. ഗവർണറുടെ നടപടിക്കെതിരെ സർക്കാർ ഹൈക്കോടതിയെ സമീപിച്ചേക്കും. വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് പ്രതിഷേധം ശക്തമാക്കാനാണ് BJPയുടെ തീരുമാനം. 24 ബംഗളൂരു.